നമസ്കാരം, ഞാൻ സിമിയാണ് കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയി. അപ്പം ഇത് ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം 5:30-6 മണിയോടുകൂടി നമ്മളൊരു സ്റ്റുഡിയോയിലേക്ക് വന്നേക്കുക കേട്ടോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പം ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഈവനിങ് 5:30-6 മണിയാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് പ്രകാശമുണ്ട്. അതുപോലെ അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണെന്ന് നോക്കിയാൽ ബേർഡ്സും ഒക്കെ ആയിട്ട് ആരും ഉറങ്ങാൻ പോയിട്ടില്ല. എല്ലാവരും ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഏകദേശം സിറ്റിക്ക് അടുത്ത് തന്നെയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ അത് കണ്ടാൽ പറയുമോ കാര്യം, അത്രയും എന്താ പറയുന്നത്, ഭയങ്കര ഒരു റിമോട്ടായിട്ടുള്ള നല്ലൊരു ഫ്രഷ് ഒരു വില്ലേജ് ഫീലാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഈ ബിൽഡിംഗ് ആണെങ്കിൽ പോലും ഭയങ്കര യുണീക്കായിട്ട് തോന്നി. ആ കല്ലൊക്കെ വെച്ച് ആ കല്ലൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പണിതേക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതാണ് എർത്ത് സ്റ്റുഡിയോ. അപ്പോൾ ഇതിവിടെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് പല സെഷൻസ് ഉണ്ട്, പല പരിപാടികളുണ്ട് കേട്ടോ. ബിൽഡിംഗ് ഒക്കെ നല്ല രസമാണ് കാണാൻ. അപ്പം നമ്മൾ ഓപ്റ്റ് ചെയ്തേക്കുന്നത് സ്പെക്കിൾഡ് കപ്പ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കാനായിട്ടൊരു സെഷനാണ്. അപ്പം നമുക്ക് അവരൊരു ബ്ലോക്ക് ഓഫ് ക്ലേ തരും. പിന്നെ നമുക്ക് ചോയ്സ് തന്നു കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കുറച്ച് പേര് ഇതുപോലെ ബൗൾസ് ആയിട്ടുണ്ടാക്കി, കുറച്ച് പേര് കപ്പ് ഉണ്ടാക്കി. ഞാനാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലാന്ററാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഡെയ്സി വർക്ക് ചെയ്യുകയാണ്. ഡെയ്സി നല്ല നീറ്റായിട്ടാണ് ഡെയ്സിയുടെ ചെയ്യുന്നത്, നല്ല പേഷ്യൻസോട് കൂടി. എനിക്ക് അത്ര പേഷ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇത് ദീപു ചെയ്യുന്നതും ഒരു ബൗളാണ്. ഞാനിതുപോലെ ബൗള്, പ്ലാന്റർ ആ ഒരു ലെവലിലാണ്. എനിക്ക് കിട്ടിയേക്കുന്ന ക്ലേയുടെ ഒരിച്ചിരി പോലും മിച്ചം വരാതെ ഞാൻ അതിൻ്റെ എല്ലാം അവിടെ ഇവിടെയൊക്കെ കുത്തിക്കയറ്റി വെച്ചു. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഹാൻഡിലൊക്കെ വെക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. അപ്പം ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ഞാൻ അറ്റൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇരിക്കുന്നൊന്നും യാതൊരു ഉറപ്പില്ല. പിന്നെ ജസ്റ്റ് ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് ചെയ്തു. ഇതിൻ്റെ അകത്ത് സെറാമിക് കോട്ടിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ബ്രഷ് വെച്ച് അവർ നമുക്ക് പറഞ്ഞെല്ലാം തരുന്നുണ്ട്. നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ എല്ലാം ഇൻസ്പെക്ട് ചെയ്ത് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുകയാണ്. പിന്നെ നമ്മളിത് ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടി നമ്മൾ വന്നു. അതുപോലെ ശരിക്കും കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് ഇത് ഡേറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന കപ്പിൾസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ് ആക്ടിവിറ്റിയൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു സെൻസറി സ്റ്റിമുലേഷനാണ്, ഒരു സൂത്തിങ്. നമുക്കൊരു ചെറിയ എന്താ പറയുന്നത്, തിരക്കുകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളുടേതായിട്ടൊരു ആക്ടിവിറ്റി, അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് പരിപാടിയായിട്ടാണ് നമ്മളിതെടുത്തത്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സസ് നടക്കാറുണ്ട് കേട്ടോ. പോട്രി വീലൊക്കെ ആയിട്ടുള്ള ക്ലാസ്സസ്. അത് ഇച്ചിരി ടൈം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ വലിയ ടൈമൊന്നും ഇല്ലാത്ത നമ്മുടെ 6 to 9 ആയിരുന്നു നമ്മുടെ ക്ലാസ്. ലേഡീസ് ചുമ്മാ ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ പോരാ, നമ്മളിതെല്ലാം എടുത്ത സാധനങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് പോകണം. ഇവർ ആ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് ഏറ്റെടുത്തു. ഇത് ദേബുവിൻ്റെ കപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് കറക്റ്റ് സ്പെക്കിൾഡ് ചെയ്ത കപ്പ് ദീപുവിൻ്റെ. പിന്നെ ഇത് ഞാൻ ചെയ്ത കപ്പ്. അതുപോലെ ഇത് ഡെയ്സിയുടെ എനിക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കപ്പാണ് ഇഷ്ടപ്പെട്ടത്? നമ്പർ 1 ആണോ, 2 ആണോ, 3 ആണോ, അത് 4 ആണോ? കമൻറ്റ് ചെയ്യും കേട്ടോ. This was the most scariest part. ഞാൻ അതുമായിട്ട് ഇപ്പം താഴെ വീട് നശിപ്പിച്ചേനെ. പക്ഷെ ഭാഗ്യം ഒന്നും പറ്റിയില്ല. ഇനി അത് കിൽനിലേക്ക് പോയിട്ട് നമുക്ക് 2 months കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യണം. 2 months എന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും നമ്മൾ 3 months കഴിയുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നത്. കിട്ടുന്ന യാതൊരു ഉറപ്പുമില്ലായിരുന്നു. പിന്നെ അവർ നമ്മളോട് ഏകദേശം ആ ഷെൽഫിലൊക്കെ ആയിട്ട് കാണും, തപ്പിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനത്തെ നമ്മൾ തപ്പി വരുമ്പോഴാണ് നമ്മളുടെ പാർട്ടീസ് ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഏതായാലും ഭാഗ്യം അവരുടെ അടുത്ത് കളഞ്ഞില്ല. സാധനം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ആദ്യം പോയ പോലെ അല്ല, ഇത് വേറെ കളറല്ലേ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അത് പിക്ക് ചെയ്തോണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ലേഡീസിനോട് പറഞ്ഞേ ഇല്ല ഞാനിത് പിക്ക് ചെയ്തോന്ന്. ഇത് പോയെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവരുടെ റിയാക്ഷൻ കണ്ടോ, പ്രത്യേകിച്ച് ദേവു. This is something we achieved at the end of the day. പ്രൗഡ് മൊമെൻ്റ് എന്ന് വേണേൽ പറയാം കേട്ടോ. സ്വന്തമായിട്ടുണ്ടാക്കിയ കപ്പും പൊക്കി പിടിച്ചിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല അനുഭവമല്ലേ.
എനിവേയ്സ് വി ഹാഡ് എ വെരി ഗ്രേറ്റ് ടൈം. നമുക്ക് ഫ്രണ്ട്സ് എല്ലായിട്ടൊന്ന് ഒത്തുകൂടാൻ വേണ്ടി ഒരു ഗ്യാതറിങ് ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ അതുപോലെ നമുക്ക് അൺവൈൻഡ് ചെയ്യാനും പിന്നെന്താ പറയുന്നത്, നല്ല ക്വാളിറ്റി മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ പോയത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ എൻഡ് പ്രോഡക്റ്റും നമ്മുടെ കൂടെ തന്നെയല്ലേ. അപ്പോൾ ഇതിൽ പരം നമുക്ക് എന്താ വേണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.